ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Dear brothers and sisters in Christ, last 49 days we were in a journey to the empty tomb. On this moment, I really appreciate Houston St. Mary's Knanaya Catholic Church CML children, because last 49 days they share their thoughts and prepare ourselves to celebrate Easter through the journey to the empty tomb. On this occasion, on this time of Easter, we were standing in front of that empty tomb. So everybody please recollect the thoughts of our little angels. They shared to us through these 49 days of journey to the empty tomb. As you know, our Christian faith is based on the resurrection of our Lord Jesus Christ. There is an end. At the end, there will be a resurrection. After the Good Friday's thoughts and events in our life force us to lead a good life, because after the Good Friday there will be a resurrection. So keep these thoughts in our daily life. Resurrected Lord is waiting for us to receive us to heaven. യേശുവിൻ്റെ ഉത്ഥാന തിരുനാളിനായി നമ്മൾ ഒരുങ്ങി യേശുവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ ചൈതന്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ കാത്തിരിപ്പുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തേണ്ടത്. ഒരിക്കൽ ഒരു ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ അനുസ്മരണത്തിന്റെ നാടകങ്ങൾ എല്ലാം സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരു ടീം ഭക്ഷണം കഴിക്കുവാൻ തൊട്ടടുത്ത ഒരു വീട്ടിലാണ് പോയത്. അങ്ങനെ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രം അവതരിപ്പിച്ച വ്യക്തികൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന അവസരത്തിൽ ഒരു കൊച്ചുകുട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടു, എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയാണ് ഈശോ ആയിട്ട് അഭിനയിച്ചത്. അതെല്ലാം വിസ്മരിച്ച ആ വ്യക്തിയെ കണ്ടപ്പോൾ കൊച്ചുകുട്ടി പറഞ്ഞു, അമ്മേ ഇതാ ഈശോ ഇരിക്കുന്നു, ഈശോ ഇരിക്കുന്നു. ആ കൊച്ചു കുഞ്ഞ് അത്ഭുതത്തോടെ സന്തോഷത്തോടെ ഈശോയെ കണ്ട അനുഭവം പറഞ്ഞപ്പോഴും ഈശോയുടെ റോൾ അഭിനയിച്ച വ്യക്തി ഉടനെ തന്നെ ആ കൊച്ചുകുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, മോളെ ഞാൻ ഈശോ അല്ല, ഈശോ ആയിട്ട് ഞാൻ അഭിനയിച്ചു എന്നേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ആ കൊച്ചുകുട്ടി പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടി ഈശോയുടെ ക്രൂശിത രൂപത്തെങ്കിലേക്ക് നോക്കി പറഞ്ഞു, ഈശോയെ, എല്ലാവർക്കും ഈശോയായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം, ആർക്കും ഈശോയാകാൻ ഇഷ്ടമില്ല. ഈ 49 ദിവസത്തെ ദ ജേർണി ടു ദ എംപ്റ്റി ടൂം എന്ന ആത്മീയ യാത്ര നമ്മെ ഒരു ക്രിസ്തുവാക്കി മാറ്റാനുള്ള ഒരു യാത്രയായിരുന്നു. യേശുവിൻ്റെ ഉത്ഥാന തിരുനാളിലേക്ക് പ്രവേശിക്കുമ്പോൾ
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ രൂപം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആ ഉയർപ്പ് രൂപത്തിലും മുറിവുകൾ അവശേഷിക്കുന്നുണ്ട്. കാരണം മരണത്തിനപ്പുറവും നിലനിൽക്കുന്നത് അവരനു വേണ്ടി ഏറ്റ മുറിപ്പാടുകളാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ഒരു ക്രിസ്തു രൂപപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ അപരനേറ്റ മുറിപ്പാടിന്റെ ചരിത്രം പറയാനും കാണിച്ചു കൊടുക്കാനും നമുക്കുണ്ടാകുമ്പോഴാണ് ഈ ഉത്ഥാന തിരുനാളിന്റെ ആ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ സാംശീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ എംപ്റ്റി ടൂമ്പിന് അപ്പുറം ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തുവിന്റെ ലോകം നമുക്കുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കി മാറ്റട്ടെ. പ്രത്യാശയുടെ ഉത്സവമാക്കി ഈ ഉത്ഥാന തിരുനാൾ നമ്മെ നയിക്കട്ടെ, രൂപപ്പെടുത്തട്ടെ. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ, ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു, നേരുന്നു. ഈ ഒരു മനോഹരമായ 40 ദിവസത്തെ യാത്ര ഞങ്ങൾക്കായി സ്നേഹപൂർവ്വം ഒരുക്കിയ ഹൂസ്റ്റണിലെ മിഷൻ ലീഗ് കൊച്ചു മിഷണറിമാർക്കെല്ലാവർക്കും ക്നാനായ റീജിയന്റെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.